കോഴിക്കോട് ചേളന്നൂർ പുതിയടത്തു താഴം ചിറക്കുഴി റോഡിന്റെ പ്രവൃത്തി പാതി വഴിയിൽ നിർത്തിയതോടെ ദുരിതത്തിലായത് യാത്രക്കാരോടൊപ്പം പ്രദേശവാസികൾ കൂടിയാണ്. അമിതമായ പൊടിശല്യം കാരണം റോഡിന് ഇരുവശത്തുമുള്ള വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. വിദ്യാർത്ഥികൾ അസുഖം കാരണം ക്ലാസ്സിലെത്തുന്നില്ല എന്നാണ് അധ്യാപകരുടെ പരാതി. എന്നാൽ പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കി പരിഹാരം കാണാൻ അധികാരികൾ തയ്യാറാകുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. PMGSY പദ്ധതി പ്രകാരമാണ് കോഴിക്കോട് ചേളന്നൂർ പുതിയടത്ത് താഴം ചിറക്കുഴി റോഡിന്റെ നവീകരണ പ്രവൃത്തി ആരംഭിച്ചത്. എന്നാൽ ദേശീയപാതയ്ക്ക് സമീപത്തു നിന്ന് മണ്ണെടുക്കാൻ തുടങ്ങിയതോടെ കളക്ടറുടെ നിർദ്ദേശപ്രകാരം റോഡിന്റെ പ്രവൃത്തി നിർത്തിവെച്ചു. ഇപ്പോൾ നിലവിലെ റോഡിന്റെ അവസ്ഥ ഇതാണ്. പൊടിശല്യം കാരണം സമീപവാസികൾക്ക് വീടിന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. പിന്നെ വീടുകളിലൊക്കെ നമ്മൾ ജനലും വാതിലൊക്കെ ദിവസവും രാവിലെ മുതൽ രാത്രി വരെ അടച്ചിടുകയാണ് ചെയ്യുന്നത്. കാരണം പുറമേയുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല പൊടിയാണ്, ചെടികളുടെ മുകളിലൊക്കെ നല്ല പൊടിയാണ്. രോഗമൊഴിഞ്ഞൊരു സമയം ഇവർക്കില്ല. റോഡിൻ്റെ പൊടി കാരണം വീട്ടിലുള്ള 4 ആൾക്ക് ഇപ്പോൾ അസുഖമാണ്. വീട് റോഡ് വക്കത്താ, വീടിൻ്റെ ജനൽ എല്ലാം ഒന്നായിട്ട് ചുവപ്പ് കളറായി കിടക്കുക. അതായത് ഇതിൻ്റെ കണ്ണ് കണ്ടില്ലേ, അലർജിയാണ്, മൊത്തം അലർജി, പൊടിൻ്റെ അലർജി കാരണം. 2 മക്കളെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുക, ആഴ്ചയ്ക്ക് കൊണ്ടുപോകുക, അപ്പോൾ മാറുന്നില്ല സുഖങ്ങൾ. ഈ പൊടി പാറലുകൊണ്ട് ചുമ, ഭയങ്കര ബുദ്ധിമുട്ട്, തലവേദന ഇങ്ങനെയൊക്കെ ആയിട്ട് മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. റോഡിനോട് ചേർന്നുള്ള UP സ്കൂളിലെ കുട്ടികളുടെ അവസ്ഥയാണ് കൂടുതൽ ദയനീയം. പെട്ടെന്ന് ചുമയും ഇൻഫെക്ഷനൊക്കെ വരാനുള്ള സാധ്യതകൾ ഒരുപാടാണ്. അപ്പോൾ ഞങ്ങളൊക്കെ മാസ്ക് ഉപയോഗിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അസുഖങ്ങളില്ലാത്ത കുട്ടികൾക്ക് വരെ ഇപ്പം ചെസ്റ്റ് ഇൻഫെക്ഷനും അതുപോലെയുള്ള അലർജി പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് ഇപ്പം കാണുന്നുണ്ട്. അവർക്ക് കളിക്കാൻ കൂടെ പുറത്തിറങ്ങാനും കൂടെ പറ്റുന്നില്ല. ഞങ്ങൾ നേരെ താഴത്താണ് സ്റ്റാഫ് റൂം. ഇപ്പോൾ അവിടെ വരെ പൊടി ശല്യം കൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. മാസ്ക് വയ്ക്കാണ്ട് സ്റ്റാഫ് റൂമിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സമീപത്തെ അമ്പലത്തിലേക്കുള്ള വരവും പലരും നിർത്തി. ക്ഷേത്രത്തിലെ ആളുകൾക്ക് വരാൻ വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരു വാഹനം പോകുമ്പോൾ പൊടിപടലങ്ങൾ ഉയർന്നിട്ട് കാണാത്തൊരവസ്ഥയാണ്. ഇത് കെമിക്കൽ ഉപയോഗിച്ചിട്ട് ചെയ്തൊരു വർക്കായതുകൊണ്ട് ആ കെമിക്കൽ അടങ്ങിയ മണ്ണുകളാണ് പടരുന്നത്. മാർച്ച് 4-5 തുടങ്ങും അവിടെ നവീകരണ കാഴ്ചവും ഉത്സവവും. അതിനൊക്കെ വലിയ പ്രയാസം. അതിൻ്റെ മുന്നേ ഈ പണിയൊന്നും എടുത്ത് കിട്ടിയാൽ നന്നായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം ഞങ്ങളുണ്ട്. അറ്റകുറ്റപ്പണിക്കായി ഇളക്കിയിട്ട റോഡ് പുതുക്കി പണിയണമെങ്കിൽ ഇനി 54 ലക്ഷം രൂപ അധികം വേണം. ദേശീയപാത അതോറിറ്റി പണം നൽകാതെ പണി തുടങ്ങില്ലെന്ന നിലപാടിലാണ് PMGSY. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് റോഡിലെ പൊടിശല്യം കാരണം നട്ടം തിരിയുന്നത്. പരിഹാരം ആവശ്യപ്പെട്ട് പലതവണ അധികാരികളെ സമീപിച്ചെങ്കിലും ഇതുവരെ യാതൊരു പരിഹാരവും ഉണ്ടായില്ല. തങ്ങളെ നിത്യരോഗത്തിലേക്ക് തള്ളിവിടാതെ എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് ചേളന്നൂർ പുതിയടത്തു താഴം ചിറക്കുഴി റോഡിന്റെ പ്രവൃത്തി ഉടൻ പൂർത്തിയാക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്നും വാർഡ് മെമ്പർ P. സുരേഷ് കുമാർ പറഞ്ഞു. ആളുകൾ എല്ലാ ദിവസവും പരാതിയായിട്ട് വരികയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ പ്രയാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, നേരിട്ട് കണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് റോഡിൽ ഇറങ്ങാൻ കഴിയുന്നില്ല, കാൽനടയായി പോകുന്നവർക്ക് സാധിക്കുന്നില്ല, വാഹനത്തിൽ പോകാൻ പറ്റുന്നില്ല. അടുത്തുള്ള അമ്പലം എന്ന നിലയ്ക്ക് ഇവിടെ അമ്പലത്തിൽ വരാൻ സാധിക്കുന്നില്ല. സ്കൂളുകളിലെ കുട്ടികൾ സ്കൂളിൽ വരാൻ പ്രയാസപ്പെടുകയാണ്. ഒരു ചെറിയൊരു വാഹനം പോകുമ്പോഴേക്കും റോഡ് മുഴുവൻ പൊടി നിറയാണ്. ആ സമയത്ത് റോഡിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. പരിസരത്തുള്ള വീടുകളിലുള്ള പലരും വീടിൻ്റെ വരാന്തയിൽ പോലും വരാൻ സാധിക്കാതെ ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. വലിയ വണ്ടി പോയതുകൊണ്ട് റോഡിന് ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ നഷ്ടപരിഹാരം നാഷണൽ ഹൈവേ അതോറിറ്റി അതുപോലെ ഇതിൻ്റെ നിർമ്മാണ കമ്പനി തരണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ പണി നിന്ന് കിടക്കുന്നത്. വളരെ ശക്തമാവും. ഞങ്ങൾ ഈ കുന്നിടിക്കലിനെതിരായി നടത്തിയ സമരം പോലെ തന്നെ അതിലും ശക്തമായ രീതിയിൽ തന്നെ സമരം നടത്തേണ്ട ഒരു സാഹചര്യമാണുള്ളത്.